അഹങ്കാരം, അറബികളുടെ അഹങ്കാരം. മുസ്ലിം ലോകത്തിന് ഇന്നത്തെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണം ഈ കള്ളന്മാരായ അറബികളാണ്. മുസ്ലിം ലോകം ഇങ്ങനെ അധപ്പതിക്കാൻ കാരണം അറബികളാണ്. എന്തുകൊണ്ട്? അഹങ്കാരമാണ് അവർക്ക്. അതാണ് വിഷയം. അറബികൾ തൽക്കാലം മുസ്ലിം ലോകത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് മാറി നിന്നാൽ, ഒരു 10 കൊല്ലം മാറി നിന്നാൽ ലോകത്തെ ഏറ്റവും വലിയ സമൂഹം മുസ്ലിങ്ങളായിരിക്കും. അറബികൾ മാത്രമാണ് മുസ്ലിം എന്നത് പ്രശ്നം. എന്താ ഒരു കാരണം? അഹങ്കാരം. എന്താ അഹങ്കാരം? അവർക്കൊരു സുപ്രീമസി. ഞങ്ങൾ സാധാരണ ജനങ്ങളല്ല, ഞങ്ങൾ വലിയ കൂട്ടരാണ്. ഇത് ഇസ്ലാമിനെതിരാണ്. എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ലാ ഫദ്ല ലിൽ അറബി അലൽ അജ്മി ഇല്ലാ ബിത്തഖ്വ എന്ന് മാത്രം പറഞ്ഞത്? ലാ ഫദ്ല ലിൽ ഹിന്ദി അങ്ങനെ പറയണം. ഒരു സുപ്രീമസി, ഒരു സെക്കൻഡ് പേഴ്സണാലിറ്റി ആയിട്ട് ലോകത്തെ ആളുകളും അവർ കാണുള്ളൂ. ഇപ്പോഴും അവസ്ഥ അത് മുസ്ലിമിന് പാടില്ല. ഒരാൾ സെക്കൻഡ് പേഴ്സണാലിറ്റി കാണാൻ പാടില്ല. അവൻ ആ മുസ്ലിം ആണെങ്കിൽ പോലും അവൻ മനുഷ്യനാണ്. മനുഷ്യത്വം നോക്കണം, കൊടുത്തിരിക്കണം. ഇത് തന്നെ ഇവർ ചെയ്ത് കൂട്ടിയ തോന്നിയാസങ്ങൾക്ക് കയ്യും കണക്കും ഇല്ല. വയറിനെ 3 ഭാഗമാക്കണം. ഒരു ഭാഗം ഭക്ഷണത്തിന്, ഒരു ഭാഗം വെള്ളത്തിന്, ഒരു ഭാഗം വായുവിന്. അങ്ങനെ ആക്കണം. പട്ടിണി കിടക്കുന്ന സ്വഫത്തിൻ്റെ എല്ലാവരും പട്ടിണി കിടക്കുന്ന സമയത്ത് കുറച്ച് പാലിട്ടി. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി പറഞ്ഞു, ഞാൻ അവിടെയുള്ളവരൊക്കെ വിളിച്ചതാണ്, കുടിക്കാൻ കൊടുത്ത് പാല് കുടിച്ചു. എല്ലാവരും പാല് കുടിച്ചു പോയി. അവസാനം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിയും പാലും ബാക്കി. ചെറിയ റസൂലുള്ളാഹിന്റെ മജ്‌ലിസത്താ. അത്ഭുത സംഭവം. ഇത്ര പോകുന്ന പാത്രത്തിൽ നിന്ന് ഒരു ജനത മുഴുവനും പാൽ കുടിച്ചു. പിന്നെ നബിയും അബൂ ഹുറൈറ തങ്ങളുണ്ട്. അപ്പോൾ അബൂ ഹുറൈറയോട് ഹബീബായ നബി പറഞ്ഞു, ഇശ്റബു അൻത യാ അബാ ഹുറൈറ, നിങ്ങൾ ഇനി കുടിക്കി. അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ശരിബത്തു, ഞാൻ കുടിച്ചു. ഞാൻ ആ പരിധി കുടിച്ചു. എത്ര? 3 ഭാഗം കണക്കാക്കി ഞാൻ കുടിച്ചു. ഞാൻ പാൽപാത്രത്തിൽ നിന്ന് തലയെടുത്തപ്പോൾ ഹബീബായ നബിയോട് പറഞ്ഞു, ഇശ്റബു അൻത, ഒന്നും കുറച്ചും കുടിച്ചോ. അപ്പോൾ ശരിബത്തു, അത് ഞാൻ കുറച്ചും കൊടുത്തു. ഞാൻ പിന്നെയും മാന്യത കൊണ്ട് തലെടുത്തു. എനിക്ക് ആ പാത്രം കൊടുത്തിട്ട് മാത്രം പൂതിയുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി തലെടുത്ത പിന്നെ പറഞ്ഞു, ഇശ്റബു അൻത, കുടിക്ക്. പിന്നെ ഞാൻ കുടിച്ചു. ഓരോ തവണ ഞാൻ തലയെടുക്കുമ്പോഴും നബി പറയും, ഇശ്റബി യാ അബാ ഹുറൈറ, കുടിക്കാൻ പോരണം. അവസാനം എൻ്റെ പിടികളെത്തി. അപ്പോൾ പറഞ്ഞു നബി, എൻ്റെ വയറ്റിൽ എൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് ഒരു തുള്ളി പാലിന സ്ഥലമില്ല. എന്നാ പാൽപാത്രം എന്നാ ഇപ്പം നിയമം തെറ്റിച്ചോ? പറയടോ. രാവും പകലും മുണങ്ങി നടക്കണവർക്കുള്ള നിയമമാണ്. ആഴ്ചക്കണക്ക് മര്യാദക്കൊരു ഭക്ഷണം കാണാത്തവനാ നിയമം ബാധകാവൂല എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ? അവിടെ മനുഷ്യത്തിന് വില, മനുഷ്യത്വത്തിന് വില. നമുക്കും നിയമം ബാധകാത്ത ദിവസമുണ്ട്. നമുക്കും നിയമം ബാധകാകാത്ത ദിവസമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. പെരുന്നാൾ നമ്മൾ പള്ളിയിൽ പോയിട്ട് നമ്മളെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കും. പിന്നെ നേരെ മൂത്താപ്പനോട് പോയി. അപ്പോൾ ഒരു ഭക്ഷണത്തിലാണ്. അപ്പോൾ നമ്മളവിടെ പറയാൻ പാടില്ല, എന്ത് ഞാൻ തിന്നല്ലോ എന്ന് പറയാൻ പാടില്ല. കാരണം പെരുന്നാളാണ്, ഈ അവരെ കൂടെ ഇരിക്കണം. സ്വാഭാവികമായും മൂത്തമ്മ കുറച്ച് ചോറും കിട്ടും. പിന്നെ എനിക്ക് കുടുങ്ങി. പിന്നെ അത് ഒപ്പിച്ചിട്ട് കഴിക്കും. അപ്പം എൻ്റെ കൊല്ലിലെത്തി. അത് കഴിഞ്ഞ് അമ്മയിനോട് ചെന്നപ്പോൾ നിർബന്ധിച്ചു. അവസാനം ഒരു വലിയ എന്താ പറയുക, കുറ്റി ഗ്ലാസ് മുഴുവനും പായസം കുടിച്ചിട്ടല്ല അവിടുന്ന് പോകാൻ പാടില്ല. അടുത്തിരുന്ന് അമ്മായി കുടിപ്പിച്ചു. മൂക്ക് കൂടി ഇങ്ങോട്ട് ഒലിക്കാൻ മാത്രമുണ്ട്. വിഷു കുടിച്ചു. ജനയമ തെറ്റിച്ചു. എന്തുകൊണ്ട്? അവിടെ മനുഷ്യത്വത്തിന് വില. എന്തെങ്കിലും കഴിക്കാതെ പോയാൽ അമ്മായിക്കത് വലിയ വിഷമാവും, മൂത്താപ്പാക്കും വിഷമാവും. ആരെങ്ങളോട് ചോറിനാൻ പറഞ്ഞ് ഞാൻ 5 പേര് ചോറ് നിൽക്കുന്നത് അവിടെ പറയാൻ പാടില്ല. ചോറ് തിന്നാത്തവനെ പോലെ തിന്നണം. എന്തേ? അത് അവരെ സന്തോഷിപ്പിക്കേണ്ട ദിവസമാണ്. ഇന്നലെ പറയാ ഞാൻ ചോറ് നോട്ടോ എന്നാ പറയാൻ പാടില്ല. പെരുന്നാളിന് വന്നിട്ടും ഒരു ഉരുള തിന്നാൻ പറ്റാത്ത വലിയ ശത്രു നമ്മളെ മുന്നിട്ടുണ്ടോന്ന് ഓടി വെച്ചാൽ എന്താ പറയോടി?
അങ്ങനെ തന്നെയല്ലേ? വളരെ ഇതൊക്കെ ചിന്തിക്കണം. നമ്മൾ ഈ ഇരുമ്പുലക്കൽ പോലെ നിയമങ്ങളോട് പറഞ്ഞാൽ നാട്ടിൽ മതസ്പർദ്ധ ഉണ്ടാവില്ലേ? ചിന്തിക്കണം, ഇതൊക്കെ ചിന്തിക്കണം മനുഷ്യൻ. ഇസ്ലാമിൽ മനുഷ്യത്വമില്ലാത്തൊരു സംഭവം ഇസ്ലാമിലുണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനത്തെ സംഭവം ഇസ്ലാമിലില്ല. മനുഷ്യത്വത്തിനെ പരിഗണിക്കേണ്ടത്. ഇതൊക്കെ ചെയ്തിട്ട് ഇനി ഈ പാവപ്പെട്ട പെണ്ണുങ്ങളെ റേപ്പ് ചെയ്ത സമൂഹത്തിൻ്റെ മേൽ മുസ്ലിങ്ങൾക്ക് അധികാരം കിട്ടിയാലോ? അവരുടെ ഒരു പെണ്ണിൻ്റെ റോമത്തുമ തൊടൂല, തൊട്ടവൻ മുസ്ലിമല്ല, മുസ്ലിമായി അവന് ചെയ്യാൻ പാടില്ല. ഏതോ തമ്മാടികൾ ഈ പെണ്ണുങ്ങളെ റേപ്പ് ചെയ്തതിനെ അവരെ പെണ്ണുങ്ങളെ തിരിച്ച് റേപ്പ് ചെയ്യാൻ നിനക്കെന്താ അധികാരം? മനസ്സിലായില്ലേ പറഞ്ഞു? കുട്ടിയായ കാലത്ത് പട്ടാളക്കാരനെ വെടിവെച്ചു വന്നു. ആര്? ടിപ്പു സുൽത്താൻ. എന്താ കാരണം? രാജാവിൻ്റെ മകളെ കൈ കടന്ന് പിടിച്ചിട്ടുണ്ട് ഒരു യുദ്ധത്തിൽ. രാജാവിൻ്റെ മകളെ കൈ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ് വിടീന്നാണ്. വിട്ടില്ല. അയാൾ സർവ്വസൈന്യാധിപനാണ്. രണ്ടോട്ടം പറഞ്ഞു, അയാൾ വിട്ടില്ല. ഇത് കുട്ടിയല്ലേ, ബാല്യക്കാരനല്ലേ, ഇയാൾ സൈന്യാധിപനല്ലേ. അപ്പം വെടിച്ചു ഷൂട്ടില്ല. അപ്പോൾ കൊന്നു. എന്തിന്? ഒരു അന്യ സമുദായക്കാരനായ മനുഷ്യൻ്റെ മകളെ സംരക്ഷിക്കാൻ. അവിടെ സമുദായം എന്നാണ് വിഷയം. അവിടെ അല്ല. പെണ്ണാണ്. അവൾ മുസ്ലിം ആയാലും പെണ്ണാണ്, അവൾ ഹിന്ദു ആയാലും പെണ്ണാണ്, അവൾ ക്രിസ്ത്യാനി ആയാലും പെണ്ണാണ്, അവൾ നിരീശ്വരവാദി ആയാലും പെണ്ണാണ്. എന്തി അങ്ങനെ തന്നെയല്ലേ? നേരം വെളുത്ത് വൈകുന്നേരമാവുന്നവരെയും വൈകുന്നേരമായി നേരം വെളുക്കുന്നവരെയും ഇസ്ലാമിനെ ചീത്ത പറയുന്ന ചില വ്ളോഗർമാരായ ആളുകളും സോഷ്യൽ മീഡിയ ആളുകൾ, നിരീശ്വരവാദി പെണ്ണുങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ഇവരോട് മാന്യതല്ല, ഇവർ മറമാണോ? പറയടോ, നമ്മളെ കൈ കിടന്ന് പിടിക്കാൻ പാടുണ്ടോ? എന്തുകൊണ്ട്? പെണ്ണിന് അങ്ങനത്തെ കണക്കില്ല. പെണ്ണാണ്. അവൾ ഹിന്ദു ആയാലും പെണ്ണാണ്, അവൾ മുസ്ലിം ആയാലും പെണ്ണാണ്, അവൾ ക്രിസ്ത്യാനി ആയാലും പെണ്ണാണ്, അവൾ നിരീശ്വരവാദിയായാലും പെണ്ണാണ്. പെണ്ണുങ്ങളോട് മാന്യത പുലർത്തണം. പെണ്ണുങ്ങളോട് മാന്യത പുലർത്താത്തവർ എൻ്റെ വിഭാഗത്തിൽപ്പെട്ടവരല്ലെന്ന് മുഹമ്മദ് മുസ്തഫ. മാന്യത. അപ്പോൾ ബദർ യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു യുദ്ധം എന്ന് പറയാം, അതിൽ രണ്ട് കാര്യമുള്ളത്. ഒന്ന്, നേരിൻ്റെ കൂടെ നിൽക്കാനുള്ള മനുഷ്യൻ്റെ ഓർമ്മപ്പെടുത്തൽ. രണ്ട്, സമർപ്പണം. അതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ്, സത്യത്തിന് വേണ്ടി സമർപ്പിക്കുക. അപ്പോൾ അള്ളാഹു അവൻ്റെ കൂടെ ഉണ്ടാവും. അള്ളാഹു തന്നെ നിയമം തെറ്റിച്ച യുദ്ധമാണ് സത്യത്തിൽ ബദർ യുദ്ധം. അള്ളാഹു നിയമം തെറ്റിച്ചു. മനസ്സിലായില്ല? അള്ളാഹ്ക്ക് നിശ്ചയിച്ച ചില നിയമങ്ങളുണ്ടായിരുന്നു, അത് ബദറിൽ തെറ്റിച്ചു. وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين. ഹബീബുൻ നജ്ജാറിനെ കൊലപ്പെടുത്തിയപ്പോൾ ആ ജനതയെ കൊല്ലാൻ ഞാൻ ആകാശത്ത് നിന്ന് ഒരു പട്ടാളക്കൂട്ടത്തെ ഇറക്കിയില്ല. وما أنزلنا على قومه من بعده. ഹബീബുൻ നജ്ജാറിനെ അവർ ക്രൂരമായി കൊന്നു, അദ്ദേഹം സത്യവിശ്വാസിയായതിൻ്റെ പേരിൽ. യാസീൻ അല്ലേ സൂറത്ത്? ഞാനതിന് ആകാശത്തു നിന്ന് ഒരു പട്ടാളമൊന്നും ഇറക്കിയില്ല. ഒമാ കുന്ന മുൻസിലീൻ. അങ്ങനെ ആകാശത്തു നിന്ന് പട്ടാളം ഇറക്കുന്നത് എൻ്റെ രീതിയുമല്ല. ആ നിയമം പഠിച്ചു ലംഘിച്ചു. 5000 മലക്കുകൾ ഇറക്കി കൊടുത്തു. മനസ്സിലായില്ല? എന്തുകൊണ്ട്? സത്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നവനെ സഹായിക്കൽ അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. അതന്നെ. ഇവർക്കൊന്നുമില്ല, ഇവർ കൊല ചെയ്യപ്പെടും, പക്ഷെ അവർ കൂടെ നിർത്തും. എന്തുകൊണ്ട്? അവർ സത്യത്തിന് വേണ്ടി ജീവിക്കണം. അത് ഏത് കാലത്തുണ്ടാവും. സത്യത്തിന് വേണ്ടി ഏത് കാലം ഉണ്ടാവും. അങ്ങനെയാണ്. സത്യത്തിന് വേണ്ടി ആര് സമർപ്പിച്ചാലും അവർക്ക് ഒന്നും ഉണ്ടാവേണ്ടേയില്ല.
അവർക്ക് സമർപ്പണമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. സത്യം അവരെ പക്ഷത്ത് സത്യം ഉണ്ടായാലും പോരാ, അവരെ പക്ഷത്ത് സത്യം ഉണ്ടായാലും പോരാ, അവർക്ക് ആ സത്യം നിലനിൽക്കാൻ വേണ്ടി സമർപ്പണം ഉണ്ടാവും. ബദർ യുദ്ധത്തിൽ നടന്നത് സമർപ്പണം. അപ്പൊ അള്ളാഹു സഹായിച്ചു. 1948 മെയ് 14 ഇസ്രായേൽ ഉണ്ടായതിനു ശേഷം 2024 മാർച്ച് 28 ഒരുപാട് തവണ അറബികൾ ഇസ്രായേലികളോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും തോറ്റു. എന്തുകൊണ്ട്? അറബികളുടെ കയ്യിൽ സത്യമുണ്ട്, പക്ഷേ സമർപ്പണമില്ല. തോറ്റുകൊണ്ടേയിരിക്കും. പുറത്തു പറയണ്ട, എന്നോട് കൊഞ്ഞ നമുക്ക് കാര്യമില്ല. സമർപ്പണമാണ്. ഇസ്രായേൽ എന്ന് ഇത്തരയുള്ളൂ, അറബികൾ ഇത്തരയാണ്. തോറ്റു. തോൽവിയിൽ മാനം കെട്ടിട്ടാണ് ജമാലത്ത് നാസർ മരിച്ച്. പിന്നെയൊക്കെ പനി പിടിച്ച് മരിച്ച് മാനം കെട്ടിട്ട്. അന്ന് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഈജിപ്ത്. ഒന്നുമല്ല. അന്ന് ഇസ്രായേലിന്റെ കയ്യിൽ ചില്ലറ യുദ്ധവിമാനമുള്ളത് 10-200. അറബികളുടെ കയ്യിൽ ആയിരക്കണക്കിന് യുദ്ധവിമാനം. ചില്ലറ സൈന്യമാണ് ഇസ്രായേലിന്, ലക്ഷക്കണക്കിന് സൈന്യം അറബികൾക്ക്. എന്നോട് തോറ്റു. പെരുന്തുൽക്കല്. എന്തേ? അവരുടെ കയ്യിൽ സത്യമല്ലേ? അവരുടെ കയ്യിൽ ആശയം സത്യ. ഞങ്ങളെ നാട്ടിൽ ഞങ്ങളെ നിങ്ങൾ പിടിച്ചടക്കരുത്. ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് ഞങ്ങളെ കൊല്ല, ഞങ്ങളെ കുട്ടികളെ കൊല്ല, ഞങ്ങളെ പെണ്ണുങ്ങളെ റേപ്പ് ചെയ്യുക, ഞങ്ങളെ കുട്ടികളെ കൊല്ല, നിങ്ങൾ ചെയ്യരുത്. ഇതാണല്ലോ അവരുടെ യുദ്ധത്തിൻ്റെ ലക്ഷ്യം. ഇസ്രായേലിൻ്റെ ആശയം തെറ്റും, അറബികളുടെ ആശയം ശരിയാണ്. എന്നിട്ടും തോറ്റത് അറബികളാണ്. എന്തുകൊണ്ട്? സമർപ്പണമില്ല. അങ്ങനെയാണ് ഒരു മനുഷ്യൻ സമർപ്പിക്കണം. അപ്പോഴേ ഒരു ആശയം വിജയിച്ചെടുക്കാൻ കഴിയുള്ളൂ. ചിലപ്പോൾ ആശയം തെറ്റിരിക്കും, എന്നാലും ഇസ്രായേലികൾ വിജയിച്ചു. എന്തുകൊണ്ട്? ഇസ്രായേലികൾ വിജയിച്ചു. എന്തുകൊണ്ട്? അവർ ആശയം തെറ്റാണ്, പക്ഷേ സമർപ്പണമുണ്ട്. ഒരു കള്ളൻ്റെ ആത്മകഥ ഞാൻ വായിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞു. ഒരു കള്ളൻ്റെ ആത്മകഥ. അതിലയാൾ പറയുന്നുണ്ട്, DC ബുക്സ് പ്രസിദ്ധീകരിച്ച് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാറുണ്ട് DC ബുക്സ്. അപ്പോൾ ആ പുസ്തകത്തിൽ ഒരു കള്ളൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കള്ളൻ പറയുന്നുണ്ട്, നിങ്ങളൊരു വീട്ടിലേക്ക് മോഷ്ടിക്കാൻ പോയാൽ നിങ്ങളുടെ ലക്ഷ്യം മോഷണം മാത്രമായിരിക്കണം. വേറെ എന്തെങ്കിലും ലക്ഷ്യം തെറ്റിയാൽ നിങ്ങൾ പിടിക്കപ്പെടും. നിങ്ങൾ മോഷണം നടത്താൻ പോകുന്നത് എന്തിനാണ്? മദ്യപിക്കാനാണ്. ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ ഫ്രിഡ്ജിൽ ഇഷ്ടം പോലെ നല്ല 1-ാം നമ്പർ വിദേശ ബ്രാൻഡ് മദ്യങ്ങൾ കാണുന്നുണ്ട്. എടുക്കാൻ പാടില്ല. ലക്ഷ്യം മാറി പിടിക്കപ്പെടും. നിങ്ങൾ എന്തിനാ പോയത്? പണം മോഷ്ടിക്കാൻ, ആഭരണം മോഷ്ടിക്കാൻ. എടുക്കാൻ പോരുക. അപ്പോൾ ദൈവം നിങ്ങളെ സഹായിക്കും. കാരണം നിങ്ങൾക്ക് സമർപ്പണമുണ്ട്. നിങ്ങളെ വിദേശ ബ്രാൻഡ് മദ്യമുണ്ട് അവിടെ. അത് നിങ്ങൾക്ക് കൊതിയുണ്ട്, പക്ഷെ എടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? നിങ്ങൾ മദ്യം കേൾക്കാൻ പോയതല്ല, നിങ്ങൾ പണവും പൊന്നെടുക്കാൻ പോയതാണ്. എടുക്കാൻ പോരുക. കിട്ടിയില്ലേ തിരിച്ചു വരും. നിങ്ങൾ മോഷ്ടിക്കാൻ പോയത് വ്യഭിചരിക്കാനുള്ള പൈസക്ക് വേണ്ടിയാണ്. ആ വീട്ടിനകത്ത് ചെന്നപ്പോൾ നിങ്ങൾ വ്യഭിചരിക്കാൻ ആഗ്രഹിക്കുന്ന പെണ്ണിനേക്കാൾ സുന്ദരിയായ പെണ്ണ് അവിടെ കിടക്കുന്നുണ്ട്. എന്നാൽ അവളിലേക്ക് നിങ്ങൾ തിരിഞ്ഞാൽ ഉടനെ നിങ്ങൾ പിടിക്കപ്പെടും. എന്തുകൊണ്ട്? ആത്മാർത്ഥത നഷ്ടപ്പെട്ടു. നിങ്ങൾ അവിടുന്ന് പണം എടുത്തുകൊണ്ടെന്ന് പുറത്തുപോയി വിചാരിച്ചോ? അങ്ങനെ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര വലിയൊരു സുന്ദരിയെ കിട്ടാനില്ല. എന്നാലും അങ്ങനെ ചെയ്താൽ മതി. എന്തുകൊണ്ട്? ദൈവം സഹായിക്കൂല. ഇതൊരു കള്ളന്റെ ആത്മകഥയിലുണ്ട്. കള്ളന് പോലും ഇഖ്ലാസിന്റെ നാമത്തിലാണ്.
ഇഖ്ലാസുള്ളവൻ കള്ളനാണെങ്കിലും അള്ളാഹു സഹായിക്കും. സത്യത്തിൽ കള്ളന്മാരാണ് ആര്? സിയോണിസ്റ്റുകൾ. എന്നിട്ടും 1948 മുതൽ ഇന്ന് വരെ ഇസ്രായേലിനെ പഠിച്ചാൻ സഹായിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? അവർ കള്ളന്മാരാ, എന്നിട്ടും സഹായിച്ചു. എന്തുകൊണ്ട്? അവർ ചെയ്തതിൽ അവർക്ക് സമർപ്പണമുണ്ട്. അറബികളൊക്കെ സത്യ, പക്ഷെ എന്തില്ല, സമർപ്പണമില്ല. അതിൻ്റെ പ്രശ്നം. ബദർ യുദ്ധം ഇന്നത്തെ രാഷ്ട്രത്തമ്പുരാക്കന്മാർക്കുള്ള ഒരു തെളിവാണ്. അതാണ് അവരെ കണ്ണ് തുറപ്പിക്കണം. ബദറിൽ സമർപ്പണം, അതുകൊണ്ട് ജയിച്ചു. ഓരോ സമർപ്പണം കുറഞ്ഞു, തോറ്റു. ഇത് നബിയുടെ ഞാൻ പോയി, പക്ഷെ കുറച്ചാളുകൾക്ക് സമർപ്പണം ഉണ്ടായില്ല, തോറ്റുപോയി. സമർപ്പണമുണ്ടെങ്കിൽ കുറച്ചും സഹായം ഉണ്ടാവും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. സമർപ്പണമുണ്ടെങ്കിൽ കുറച്ചും സഹായിക്കും. സമർപ്പണമില്ലേ കുറച്ചും സഹായിക്കൂല. ചിന്തിക്ക്. അതാണ് പ്രശ്നം. അഹങ്കാരം, അറബികളുടെ അഹങ്കാരം. മുസ്ലിം ലോകത്തിന് ഇന്നത്തെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണം ഈ കള്ളന്മാരായ അറബികളാണ്. മുസ്ലിം ലോകം ഇങ്ങനെ അടിപ്പിക്കാൻ കാരണം അറബികളാണ്. എന്തുകൊണ്ട്? അഹങ്കാരമാണ് അവർക്ക്. അതാണ് വിഷയം. അറബികൾ തൽക്കാലം മുസ്ലിം ലോകത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് മാറി നിന്നാൽ, ഒരു 10 കൊല്ലം മാറി നിന്നാൽ ലോകത്തെ ഏറ്റവും വലിയ സമൂഹം മുസ്ലിങ്ങളായിരിക്കും. അറബികൾ മാത്രമാണ് മുസ്ലിം എന്നത് പ്രശ്നം. എന്താ ഒരു കാരണം? അഹങ്കാരം. എന്താ അഹങ്കാരം? അവർക്കൊരു സുപ്രീമസി. ഞങ്ങൾ സാധാരണ ജനങ്ങളല്ല, ഞങ്ങൾ വലിയ കൂട്ടരാണ്. ഇത് ഇസ്ലാമിനെതിരാണ്. എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ലാ ഫദ്ല ലിൽ അറബി അലൽ അജ്മി ഇല്ലാ ബിത്തഖ്വ എന്ന് മാത്രം പറഞ്ഞത്? ലാ ഫദ്ല ലിൽ ഹിന്ദി അങ്ങനെ പറയണം. ഒരു സുപ്രീമസി. ഒരു സെക്കൻഡ് പേഴ്സണാലിറ്റി ആയിട്ട് ലോകത്തെ ആളുകളും അവർ കാണുള്ളൂ. ഇപ്പോഴും അവസ്ഥ അത് മുസ്ലിമിന് പാടില്ല. ഒരാളെ സെക്കൻഡ് പേഴ്സണാലിറ്റി ആയിട്ട് കാണാൻ പാടില്ല. അവൻ ആ മുസ്ലിം ആണെങ്കിൽ പോലും ഓനും മനുഷ്യനാണ്. മനുഷ്യത്വം കൊടുക്കണം, കൊടുത്തിരിക്കണം. ഇത് തന്നെ ഇവർ ചെയ്തു കൂട്ടിയ തോന്നിയാസങ്ങൾക്ക് കയ്യും കണക്കും ഇല്ല. ആര്? ഖുറൈശികൾ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അല്ലാഹു മുസ്ലിം ഉമ്മത്തിനെ സഹായിച്ചു. ചിന്തിക്ക്. ഒരു നഗ്നയായ പെണ്ണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നെഴുതിയ ഒരു പച്ച പതാക പുതച്ചു നിൽക്കുന്നതാണ് ഇന്നലത്തെ ലോകമാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഒരു ചിത്രം. എന്താണ്? സൗദി അറേബ്യ മിസ് വേൾഡ് മത്സരത്തിന് പെണ്ണുങ്ങൾ പറഞ്ഞേക്കും. ഇത് കുഫ്റല്ലേ? ഇതല്ലെങ്കിൽ എന്താ കുഫ്ർ? മനസ്സിലായില്ല? അതായത് ഒരു പെണ്ണ് തൻ്റെ നഗ്നത മറച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പച്ച അവരുടെ അതവരുടെ ഫ്ലാഗാണ്. ഈ ഫ്ലാഗ് അവരുടെ, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഫ്ലാഗ് എന്തോ ഒഴിവാക്കണം. എന്നാ പിന്നെ ഒരു പ്രശ്നമില്ല, നമ്മളെ ആക്ഷേപിക്കൂല. മനസ്സിലായില്ല? ഞാൻ പണ്ടേ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഈ ഫ്ലാഗിൽ നിന്ന് എന്തോ ഒഴിവാക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തുകൊണ്ട്? ഈ ഫ്ലാഗ് വെച്ചാൽ ലോകത്ത് നിങ്ങളുടെ ഒരു അത്ലറ്റോ അല്ലെങ്കിൽ ഒരു കലാകാരനോ അല്ലെങ്കിൽ വേറൊരാളോ ഒരു തോന്നിയാസം ചെയ്യുമ്പോൾ അവിടെ ആക്ഷേപിക്കപ്പെടൽ എന്തിനായിരിക്കും? പറ, ലോകത്തേറ്റവും വലിയ സത്യവചനത്തെ. ഒരു നഗ്നയായ പെണ്ണ് തൻ്റെ നഗ്നതയുടെ അർദ്ധഭാഗം മറച്ചിരിക്കുക. എന്തുകൊണ്ട്? ആ രാജ്യത്തിന്റെ പതാക കൊണ്ട്. എന്താണ് പതാകയുടെ സിമ്പൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് ഏതെങ്കിലും ഒരു സുന്നി ചെയ്തിരുന്നെങ്കിൽ വഹാബികൾ എല്ലാവരും കൂടിയിട്ട് ഒരു 10,000 സുന്നിനെ മുജാഹിദാക്കും, പൊങ്കാലയിരിക്കും.
ഒക്കെ ഒലക്ക മുണിങ്ങിയ പോലെ ഇരിക്കുക, ഒരാളുമില്ല. ഒലക്ക മുണിങ്ങിയ മാതിരി. സുന്നിയൊക്കെ പിന്നെ ആ പണിയില്ലല്ലോ. സുന്നികളൊക്കെ ഇപ്പം ഇതിനെ വാബികളെ മൂട്ട് കൂടെ നടക്കുക. ഇന്നലെ നടന്നതാണ്. ഇന്നലെ കേരളത്തിൽ, ഇന്നലെ ലോകത്തെ മുഴുവനും രാജ്യങ്ങളിലെ ചർച്ച ഈ ഒരു സംഭവമാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താ ഈ ജനതക്ക് എന്താണ്? അത് മനുഷ്യന്റെ പ്രശ്നമാണ്, അടിസ്ഥാന പ്രശ്നം. എന്ത്? മാ അഖ്ഷ അലൈക്കുമുൽ ഫഖറ വലാകിന്നി അഖ്ഷ അൻ തുബ്സത അലൈക്കുമുദ് ദുനിയ. നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നത് എനിക്ക് പേടിയില്ല, നിങ്ങൾക്ക് സമ്പന്നത തുറന്നു കിട്ടുമ്പോഴാണ് ഞാൻ പേടിക്കുക എന്ന് പുണ്യ റസൂൽ. എന്താ ഒരു പ്രശ്നം? സമ്പന്നത. എന്തുകൊണ്ടാണ് 948 മുതൽ ഇതുവരെയുള്ള യുദ്ധങ്ങളിൽ സമ്പന്നത? എന്തുകൊണ്ടാണ് ഇസ്രായേലികൾ, ജൂതന്മാർ, സിയോണിസ്റ്റുകൾ ജയിച്ചത്? അവർക്ക് പിടിച്ചു നിൽക്കല നിർവാഹമില്ല. അപ്പോൾ പിന്നെ ഒരു കണ്ണു മൂക്കില്ല. ലക്ഷക്കണക്കിന് പട്ടാളത്തെയും കൊണ്ടുപോയ അറബികൾ 948 മുതൽ ഇതുവരെയുള്ള സകല എണ്ണത്തിലും തോറ്റ് തൊപ്പിട്ടു. നാലാളിരുന്നിട്ട് ഒറ്റക്ക് കഴിക്കും. തൊട്ട് വെയിലിൻ്റെ അപ്പുറത്ത് കുട്ടിയൊക്കെ ഭക്ഷണമില്ല. ഇതിനെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പോയിക്കോട്ട് കഴിയണില്ല. ബദറൊക്കെ എന്നോ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. മനസ്സിലായില്ല? ഒരു വേലിന്റെ അപ്പുറത്ത്, ഒരു വേലിയുടെ ഇപ്പുറത്ത്, ഒരു വേലിയുടെ ഇപ്പുറത്ത്, ഒറ്റേ വേലിയ. ആ വേലിയുടെ ഇപ്പുറത്ത് 4 ആൾ കൂടിയിട്ട് ഒരു ഒട്ടകത്തിനെ പുഴുങ്ങി തിന്നു. ഇപ്പോഴും തന്നെ ഉണ്ട്. നേരെ അപ്പുറത്ത് കുട്ടികൾക്ക് പശിയടക്കം ഭക്ഷണമില്ല. ഇന്നലെ ഞാനൊരു ചിത്രം കണ്ടു. ഇപ്പോൾ ഗസയിൽ നടക്കുന്നത്. UN-യുടെ ഭക്ഷണ വിതരണ ക്യാമ്പിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്ന ആള് അവസാനത്തെ വറ്റും ഇങ്ങനെ എടുക്കുക. അനവധി പാത്രം കൊണ്ട് കുട്ടികൾ നിൽക്കുക. അതായത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് ആ ഭക്ഷണ ക്യാമ്പില് ആ നേരത്തെ ഭക്ഷണം കഴിഞ്ഞു ഒന്നുമില്ല, കഴിഞ്ഞു. കുട്ടികൾ ഇങ്ങനെ നിൽക്കുക. ഇതാണ് യമനിലെ ചിത്രം, ഇതാണ് സിറിയയിലെ ചിത്രം, ഇതാണ് ഗസയിലെ ചിത്രം. അതിനെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി എന്ന് പറയാൻ ഈ അറബികൾക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട്? സുഖലോലുപോലെ. അതാ പ്രശ്നം. ഇതൊക്കെ പറഞ്ഞ ഹജ്ജിന് പോകാൻ പറ്റില്ല. ഹജ്ജിന് ഞാൻ ആരെ പോണ്? ആർക്കട ഹജ്ജിന് പോകും? ഞാൻ ഹജ്ജിനും പോകില്ല, ആറിനും പോകില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഹജ്ജിന് പോകാൻ പറ്റും. ആർക്കട എങ്ങനെ ഹജ്ജിന് പോകും? ഇച്ചു പോയിക്കോ, പൊട്ടനായി ഹജ്ജിന് പോയിക്കോ. ഞാൻ പോകില്ല. ഞാൻ ഹജ്ജിനുമില്ല, 6-നുമില്ല, 7-നുമില്ല, 8-നുമില്ല. അള്ളാഹ് അങ്ങനെ ഹജ്ജിനോൻ പറഞ്ഞിട്ടില്ല. അള്ളാഹ് പറഞ്ഞത് മനിസ്തതായ ഇലൈഹി സബീല. നേരൊക്കെ പറഞ്ഞിട്ട് സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. നേര് പറയാൻ വയ്ക്കുന്നില്ല അവര്. നേരൊന്നും പറയണ്ടേ, നമുക്ക് ഹജ്ജിന് പോയി. ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. നിനക്ക് ഹജ്ജ് ചെയ്യുന്നതിലല്ല കൂലി, കുലിൽ ഹഖോ ഇൻ കാന മുറ. നേര് പറയുന്നതിലാണ് അള്ളാഹു നിനക്ക് പ്രതിഫലം തരിക. മനസ്സിലാണ് നിങ്ങൾക്ക്? ഹജ്ജ് ചെയ്യുന്ന ഭൂമിയിൽ ജനിച്ച മനുഷ്യൻ ആകെ ചെയ്തത് ഒരു ഹജ്ജ. 63 വർഷം ജീവിച്ചിട്ട് പുറത്തു പറയണ്ട. നമ്മളെ തൊട്ടപ്പുറത്ത് ഹജ്ജിൽ കണക്കാം, എത്ര ഹജ്ജ ചെയ്ത് കണക്കില്ല. മനസ്സിലായില്ല? കൊല്ലം ഹജ്ജിനും പോവും, പിന്നെ 8 ഉംറക്കും പോവും. മുത്തുനബിയോ പറയാ, മുത്തുനബി ആകെ ചെയ്തത് ഒരു ഹജ്ജാണ്. മനുഷ്യന്റെ ബാധ്യത വേറുണ്ട്, പറയാം അതാ ചെയ്യേണ്ടത്. അതിനൊക്കെ കഴിഞ്ഞാൽ നേരം ഉണ്ടെങ്കിൽ പോവാം. ഒന്നുമില്ലാതെ ഹജ്ജിന് പോയ എന്നിട്ട് എല്ലാവരുടെയും വലിയ ആളായി പോരാ. ആ കഴിഞ്ഞാലല്ലേ നിങ്ങൾ പോയത്? ആ കൊല്ലം പോകും. അപ്പം ഇതൊന്നും വിഷയം ഒറ്റ വാക്കിനെ അവസാനിപ്പിക്കുക. ബദർ ഒരു ധാരണ. നിനക്ക് നിന്റെ ആശയം സത്യമാണോ, അതിൽ നീ സമർപ്പിക്കാൻ തയ്യാറുണ്ടോ, അള്ളാഹു ഇപ്പോഴും നിന്നെ സഹായിക്കും. കള്ളനെ സഹായിക്കണ്ടല്ലോ, റഹ്മാനല്ലേ, അവൻ സമർപ്പിക്കണ്ട. ഒരു കള്ളന്
എന്ത് ചെയ്തു? ഒരു കള്ളനെ എന്ത് ചെയ്യാണ്? പുറത്തിറങ്ങി കാക്കാൻ പോവാണ്. ഭൂലോകം കണ്ട ഏറ്റവും വലിയ കള്ളനാണ് എന്ന് വിചാരിച്ചു പോയാൽ ഞാൻ എന്താണ് എന്തും പിടിക്കപ്പെടില്ല എന്ന് വിചാരിച്ചാൽ ആ രാത്രിയും പിടിക്കപ്പെടും. ഭൂലോകത്തെ ഏറ്റവും വലിയ കള്ളനാണ് പിടിക്കപ്പെടും. അതേ സമയത്ത് അവൻ ആത്മാർത്ഥമായി അത് ചെയ്യുകയാണെങ്കിൽ അപ്പോഴും പഠിച്ചൊരു സഹായം ഉണ്ടാവും. 99% പിടിക്കപ്പെടില്ല. പിടിക്കപ്പെടാൻ കാരണം ഉണ്ടാവും. ഇവിടെ കയ്യിൽ ഒക്കെ നമ്മളൊക്കെ നേരാണ്. മറ്റോരോ കുറേശ്യകൾ നേരെതിരാണ്. കുറേശ്യകൾ സുഖലോലുപത അവസാനത്തിലാണ്. അപ്പോൾ സുഖലോലുപത വരുമ്പോൾ സമർപ്പണം ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. സുഖലോലുപത വന്നാൽ സമർപ്പണം ഉണ്ടാകുകയില്ല, ഒന്നും ഉണ്ടാവില്ല. സുഖലോലുപത ആത്മാർത്ഥത ഇല്ലാതാക്കും. പണ്ടൊരു പള്ളി കയറി പഴയ കാലത്തെ മനുഷ്യന്മാർ പൂളയും വായും ഉണ്ടാക്കി നെല്ലുണ്ടാക്കി അതിൽ നിന്ന് കിട്ടുന്ന ചില്ലറ പൈസ കൊണ്ട് കൊണ്ടേ കൊടുത്ത് എല്ലാവരും കൂടി കഷ്ടപ്പെട്ട് 4-5 കൊല്ലം കൊണ്ട് കഷ്ടപ്പെട്ട് പള്ളി ഉണ്ടാക്കും. പണ്ട് മനസ്സിലുണ്ടോ? അതിൽ കയറിയാൽ ആ കയറിയ കയറ്റത്ത് തന്നെ റബ്ബി നമ്മളെ കൂടെ ഉണ്ടാവും. ഇന്ന് നല്ല നല്ല പള്ളികൾ പൊളിച്ചിട്ട് നമ്മൾ പുതിയ അറബികളെ പള്ളിയാറ്റാണ്. ഒരിക്കലും ഹുശൂ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ഇന്നത്തെ പള്ളി കയറിയിട്ട് എന്തോ ഹുശൂ കിട്ടാനാണ്. എ സി ഇട്ടു, എ സിക്ക് കണക്കാക്കി അപ്പം എ സി ഇട്ടു, എന്തുണ്ടാവില്ല? മനസ്സിലായില്ല? ഹുശൂ ഉണ്ടാവില്ല, എ സി ഉണ്ടാവും. എന്താ നമുക്ക് പറ്റിയത്? സമ്പന്നതയിൽ ആത്മാർത്ഥ ഉണ്ടാവില്ല, പഠിച്ചോണ്ട് സാധനം ഉണ്ടാവില്ല. സമ്പന്നതയിൽ സുഖലോലുപത ഉണ്ടാവും. എന്താ ഖുറൈശികളെ പാഠം? സമ്പന്നത, സുഖലോലുപത. അപ്പൊ ഒരു യോഗ്യരല്ല എല്ലാവരെയും. അവരുടെ ആശയം തെറ്റാണെന്നതോടുകൂടെ ആ തെറ്റായ ആശയത്തിന് വേണ്ടി നിലകൊണ്ട അവരാരാണ്? സമ്പന്നരുമാണ്, സുഖലോലുപരുമാണ്. ഒരു അറബിയായ ഒരു ആട്ടിടയനെ പിടികൂടി, ഖുറൈശിയായ ആട്ടിടയനെ പിടികൂടി പുണ്യ റസൂലുള്ളാഹിന്റെ മുന്നിൽ സ്വഹാബികൾ കൊണ്ടുവന്നു. അപ്പോൾ ഹബീബാ നബി ചോദിച്ചു, കം തൻഹറൂന, നിങ്ങൾ ഒരു ദിവസം എത്ര ആൾക്കും? നിങ്ങൾ 10 ഒട്ടകത്തിന് ആൾക്കും ഒരു ദിവസം. അപ്പോൾ ഹബീബാ നബി പറഞ്ഞു, ഫീ കുല്ലി മിഅത്തിൻ വാഹിദ, അവർക്കൊരു നേരം ഒരു ഒട്ടകത്തിന് അറക്കും, ഒരൊട്ടം 100 ആക്കും. പിന്നെ ഒരവസ്ഥ എന്താ? മറ്റവർക്ക് ഒട്ടക ഇറച്ചി കണ്ടിട്ട് കാലത്തിന് ഒന്നുമില്ല അവരുടെ കയ്യിൽ. മനസ്സിലായില്ലേ? ഒന്നുമില്ല. അവരാരാ? കൃഷിപ്പണിക്കാരും കൂലിപ്പണിക്കാരുമാണ്. എന്തോ കിട്ടിയത് കഞ്ഞി കുടിക്കാനുള്ള ഗോതമ്പും കൊണ്ട് വന്നതാണ്. ഒന്നുമില്ല, പട്ടിണിയാണ്. ആര് പറയാൻ? നബിയുടെ കൂടെയുള്ള ഒരു പട്ടിണിയാണ്, മുഴുവൻ പട്ടിണിയാണ്. അവരോ സുഖലോലുപന്മാരാ. പാട്ട്, ദപ്പ്, ബാൻഡ് മുട്ടല്, കുഴൽവിളി. മനസ്സിലായില്ലേ? എല്ലാവിധ കുഴൽവിളിയും പാട്ടും എല്ലാം കൊണ്ടാണ് ആര് വരുന്നത്? ഋഷികൾ വരുന്നത്. പള്ള നിറച്ച് തിന്നിട്ട് ബാക്കിയാ ഒട്ടകറച്ചി. ഇവരോ ഒരു ഒട്ടക അറുത്തിട്ട് കാര്യം പറയാം. പട്ടിണിയാണ്, മുൾപട്ടിണിയാണ്. അപ്പോൾ അല്ലാഹു തആല ആരെ സഹായിച്ചു? മറ്റൊരു അർഹരല്ല, അവർ സുഖലോലുപരാണ്. സുഖലോലുപര് പഠിച്ചോ സഹായിക്കുകയില്ല. എന്തുകൊണ്ട്? അവർക്ക് ആത്മാർത്ഥത എടുക്കാൻ കഴിയൂല. ആത്മാർത്ഥം ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. ചിന്തിക്ക്. ഈ ദാറുൽ ഖുർആന് കുറെ കമ്മിറ്റിക്കാരുണ്ട് കടലാസിൽ. അവരൊക്കെ ഞാൻ വിളിച്ചാലും വരില്ല. അപ്പം ഞാൻ അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടി വിളിക്കലുമില്ല, വരില്ല. സമ്മേളനത്തിന് വരണമെങ്കിൽ തന്നെ 100 വട്ടം വിളിക്കണം, എന്നാലും വരും. എന്തുകൊണ്ട്? ഇവിടെ പൈസ ഇല്ല. ഇവിടെ വന്നാൽ കുടുങ്ങും. കമ്മിറ്റി വന്നാൽ അതിന് കൊടുക്കും. എന്തുകൊണ്ട്? എങ്ങനെ ഒരു അത്യാവശ്യം എന്തെങ്കിലും പറഞ്ഞാൽ എന്താ കുട്ടികൾ 4 വട്ടം പോയിട്ട് കക്കൂസിൻ്റെ 4 വാതിൽ പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ ചിന്ന പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും പോക്കറ്റിന് പോകുകയുള്ളൂ. ഇനിയൊരു കാലം വന്നാൽ വരുന്നല്ല, വന്നാൽ
മുക്കത്തെ വലിയ വലിയ ഷോപ്പിംഗ് മാളുകളൊക്കെ നമ്മൾ വിലക്ക് വാങ്ങി. കുന്നമംഗലത്ത് നമ്മൾ തന്നെ അങ്ങനെ കൂളിമാടും ഒക്കെ നമുക്ക് വലിയ ഷോപ്പിംഗ് മാളുകൾ, വലിയ വലിയ ബിൽഡിങ്ങുകൾ അതൊക്കെ വാങ്ങി വന്ന് ലക്ഷക്കണക്കിന് വരുമാനം മാസത്തിന് വന്നു കഴിഞ്ഞാൽ എല്ലാവരും വരും, തല്ലുണ്ടാവും. ഇപ്പം തല്ലേ അല്ല, തല്ലിനോട് വരണ്ടേ? ആ കണക്കവിടെ വായിച്ചാൽ ശരിയായില്ല. സെക്രട്ടറിന്റെ പിന്നെ സെക്രട്ടറി അവിടെ അഴിമതി നടത്തിയിട്ടുണ്ട്. ഇവിടെ പറയാനില്ല. എന്തുകൊണ്ട്? 10 രൂപ ഉണ്ടായിരുന്നില്ല അഴിമതി നടത്ത. അതുകൊണ്ട് 10 രൂപ ഇല്ലാത്തത് കൊണ്ട് ഇത് നല്ല നിലക്ക് പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. തല്ലില്ല, പിടിയില്ല, കുപ്പായത്ത് മാറ് പിടിക്കലില്ല, കോളർ പിടിക്കലില്ല, കുപ്പായത്തിൻ്റെ പോക്കറ്റ് വലിച്ചു കീറലില്ല, ഒന്നുമില്ല, ചീത്ത വിളിക്കലില്ല, ഒന്നുമില്ല. സംഘം കിട്ടി ഓരോ വിഭാഗങ്ങളും കൂടിയിട്ട് രാത്രി തലേന്ന് രാത്രി കുത്തിരുന്ന് ഇറങ്ങി കുറച്ച് ആളുകളെ കമ്മിറ്റി നമുക്ക് ഉണ്ടാക്കണം. ആ പ്രശ്നമില്ല. കമ്മിറ്റി ഉണ്ടാക്കുന്ന യോഗത്തിൽ വരെ പങ്കെടുക്കാൻ ആടില്ല. പിന്നെ ഇവിടുന്ന് വിളിച്ചറിയാ നിങ്ങളെ വൈസ് പ്രസിഡന്റ് ആക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട്? പൈസ ഇല്ല. സത്യം. എന്ന പൈസ ഉണ്ടോ അന്ന് തല്ലോണം. എന്തുകൊണ്ട്? സാമ്പത്തിക നിറവിൽ റബ്ബിന്റെ സഹായം ഉണ്ടാവില്ല. അതതിന് കാരണം. ഇന്നീ പറഞ്ഞ ആത്മാർത്ഥ ഉണ്ടാവില്ല, അതും ഉണ്ടാവില്ല. ഇപ്പം നേരെ 313 രൂപ എല്ലാവരും കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം എനിക്കൊരു ആത്മാർത്ഥ ഉണ്ട്. എന്തുകൊണ്ട്? അത് കിട്ടണം. ഒരുപാട് വിഷയങ്ങൾ തീർക്കാണ്ട്. മറ്റേ അങ്ങനെ പറയാനും കഴിയില്ല. എന്തുകൊണ്ട്? ഒരു കൊടുക്കണേ കൊടുത്തോടെ, കൊടുത്താലും നമുക്ക് എന്ത് പ്രശ്നം? നമുക്കൂടെ ഒരു മനത്തിൽ മനസ്സിലായില്ലേ? ഒരാളും ഇല്ല. അപ്പം ഞാൻ തന്നെ മെനക്കിടണം. അപ്പം പറയണേ എനിക്കൊരാത്മാർത്ഥം ഉണ്ടാവും. അതായത് കാരണം എന്താ? ബദരീങ്ങൾ ജയിക്കാനുള്ള കാരണം എന്താ? ഇന്നത്തെ മാപ്പിളാരല്ല ബദരീങ്ങൾ, ഇന്നത്തെ അറബികളും അല്ല. ഇന്നത്തെ അറബികളാണ് ബദരീങ്ങൾ എങ്കിൽ അവരുണ്ടാക്കി കൊണ്ടുവന്ന വാള് മതിയാവില്ല, ചെറിയ വാള് മതിയാവില്ല. ഇത് ഇറ്റങ്ങളെ കയ്യൂണിൻ്റെ എന്താ പറയുക, വായ വെട്ടണമാതിരി വരെ വെട്ട ചെറിയ വെട്ടുകൊണ്ട്, കാരണം വലിയ വലിപ്പമില്ലല്ലോ. മറ്റേത് ആട്ടുമന്തി, കോഴിമന്തി, മറ്റേ മന്തിയൊക്കെ തിന്നിട്ട് ഒരു 150 കിലോ ഉണ്ടാകുമ്പോൾ പോലെ ആ വാള് മതിയാവില്ല. പുതിയ വാളുണ്ടാക്കേണ്ടി വരും. 500 അറബികൾ വന്നു, 500 വെട്ടി തള്ളിയിട്ടു. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വാള് മാറ്റേണ്ടി വരും. കാരണം വാള് വെട്ടുമ്പോഴത്തിന് ഓരോന്നിനെയും വെട്ടുമ്പോഴത്തിന് വാള് മുറിയാണ്. കാരണം ആ ജാതി അത് ഒരു പിലാവിൻ്റെ എത്ര ഉണ്ട് ഓരോരുത്തർ. ചെറിയ വാള് മതിപ്പിച്ച് അങ്ങനെ കാരണം ജീവല്ല. പക്ഷെ എന്തുണ്ടായത് മറ്റൊരൊന്നുമല്ലാതെ. എന്തുകൊണ്ട്? ഇവർക്കെന്നെ നഷ്ടപ്പെടാവുന്നില്ലല്ലോ. അള്ളാഹു സഹായിച്ചു. ഒന്നുമില്ല, പോകാനൊന്നും നഷ്ടമൊന്നുമില്ലല്ലോ. ഒന്നും ഈ ബദരീങ്ങൾക്ക് നഷ്ടപ്പെടാനില്ല. ഒക്കെ നഷ്ടപ്പെട്ട് കിടക്കില്ലേ? എന്താ നഷ്ടപ്പെടാല്ലോ? അപ്പോൾ അള്ളാഹു സഹായിച്ചു. അങ്ങനത്തെ ഒരവസ്ഥയിൽ മുസ്ലിം ഉമ്മത്തിന് വിജയം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ മഹദി ഇമാം വരും, എന്നിട്ട് നിങ്ങളെല്ലാവരും കുത്തിരിക്കുക. എല്ലാവരും മഹദി ഇമാം വരും, എന്നിട്ട് നമ്മളെയൊക്കെ കൂട്ടിപ്പോവും. എങ്ങനെ? ഈ 150 കിലോ ഉള്ള ആട്ടുമന്തി തീർക്കുന്ന നമ്മളെയും കൊണ്ട് മഹദി ഇമാം പോകുക, യുദ്ധത്തിന് പോകുക. നമ്മളൊക്കെ ഓരോരുത്തർക്ക് നടന്നാൽ തന്നെ വെച്ച നിങ്ങൾക്കൊക്കെ പണി നോക്കിക്കോളെ. ഞങ്ങൾ നമ്മളിന്ന് മഹദി ഇമാം കൂട്ടും, റസക്കാരെ കൂട്ടും. എന്തുകൊണ്ട്? അവർക്ക് നെയ്യ് കിട്ടിയിട്ടില്ല, തിന്നിട്ടുമില്ല. സിറിയക്കാരെ കൂട്ടും, യമനികളെ കൂട്ടും. അതാണ് മഹദി ഇമാമിന്റെ വട്ടാളം. നമ്മളല്ല. നിനക്ക് എങ്ങനെ 1.5 ഫർഖ് നടക്കാൻ കഴിയും? നീ 1.5 കിൻഡൽ വലിപ്പമുള്ള അന്യെ കൊണ്ട് ഒട്ടയപ്പുറത്ത് കയറ്റിയാൽ ഒട്ടയത്തിന് നടക്കാൻ കഴിയും? പിന്നെണ്ടോ യുദ്ധം? നിങ്ങളെല്ലാവരും വിചാരിക്കല്ലേ നമ്മളെല്ലാവരും, എല്ലാ സംഘടനക്കാരും നമ്മളെല്ലാവരും ഒക്കെ സംഘടന നേതാക്കന്മാരും എല്ലാവരും കൂടി നമ്മൾ മഹദി ഇമാം വന്നാൽ പോവുക. എത്ര 1.5 കിൻഡൽ വലിപ്പമുള്ള നിങ്ങളെയും കൊണ്ട് മഹദി ഇമാം നിങ്ങൾക്ക് പരപ്പിക്കാൻ തോന്നുന്നു.
മദീന മഹദിമാമ് അവിടെ നമ്മളെ സ്ഥാപനത്തിൻ്റെ മുറ്റത്തുള്ള മജ്‌ലിസിൽ വന്നാൽ തന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും മോട്ടോർ സൈക്കിൾ എടുത്ത് പോകേണ്ടി വരും. അത്ര ദൂരം നടക്കാൻ നമുക്ക് കഴിയില്ല. എന്തുകൊണ്ട് ആ ജാതി നമ്മൾ തന്നെ കുറ്റിയത്. എന്നിട്ട് നമ്മളും കൊണ്ട് മഹദിമാമ എവിടേക്ക് പോവുക? ഇസ്താംബുളിലേക്ക് പോവുക. ഓ നടന്നാണ്ട് കൊലപ്പിരാണ്ട് മഹദിമാമ ഇപ്പൊ ലോകത്തുണ്ട്. എന്തായിരിക്കും മഹദിമാമ ഇപ്പൊ പണി? പട്ടിണി നടക്കുക. പട്ടിണി ഇപ്പൊ മഹദിമാമ എന്തായിരിക്കും ചെയ്യുന്നത്? പട്ടിണി നടക്കായിരിക്കും. മഹദിമാമ ഇപ്പോൾ ലോകത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായിരിക്കും പണി? പട്ടിണി. ഊതിക്കാച്ചി എടുക്കും. ആളെ ഈ ലോകത്തിന് മധ്യവും